സംഗമയുഗി ബ്രാഹ്മണ സ്വരൂപത്തിൻ്റെ മഹിമയാണ് പരമാത്മാ ജ്ഞാനി, സഹജ രാജയോഗി, ദിവ്യ ഗുണധാരി, വിശ്വസേവാധാരി. പരമാത്മാ ജ്ഞാനിയുടെ മുഖ്യ ലക്ഷണമാണ് ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും സമ്പർക്കത്തിലും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്ഥിതി. സഹജ രാജയോഗിയുടെ ലക്ഷണമാണ് സദാ യോഗയുക്തവും യുക്തിയുക്തവും. ദിവ്യ ഗുണധാരിയുടെ ലക്ഷണമാണ് സന്തുഷ്ടമായിരിക്കുക, സർവരെയും സന്തുഷ്ടമാക്കുക, സർവരുടെയും സന്തുഷ്ടതയുടെ ആശീർവാദം പ്രാപ്തമാവുക. വിശ്വസേവാധാരിയുടെ ലക്ഷണമാണ് വിനയം, അക്ഷീണം. പുരുഷാർത്ഥത്തിൻ്റെ അന്തിമ ലക്ഷ്യമാണ് അവ്യക്ത ഫരിഷ്ത. ആദി സ്വരൂപത്തിൻ്റെ മഹിമകൾ തന്നെയാണ് അന്തിമ ഫരിസ്ത സ്വരൂപത്തിൻ്റെ മഹിമകൾ. കാരണം സമ്പൂർണ്ണ ഫരിസ്ത തന്നെയാണ് ദേവതയാകുന്നത്. സൂര്യന്റെ 4 ചുറ്റും വ്യാപിച്ചിരിക്കുന്ന സൂര്യകിരണങ്ങൾക്ക് മധ്യത്തിൽ സൂര്യന്റെ രൂപം കാണപ്പെടുന്നത് പോലെ ജ്യോതി സ്വരൂപ ആത്മാവ് പ്രകാശവലയത്തിന്റെ ആകാരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഫരിസ്തയുടെ സ്വരൂപം. ഫരിസ്ത എന്നാൽ ഡബിൾ ലൈറ്റ്, സദാ ജ്യോതി സ്വരൂപം, കർമ്മ കണക്കുകളുടെ ഭാരത്തിൽ നിന്നും ഭാരരഹിതം. ഫരിസ്ത എന്നാൽ പരമാത്മാ സന്ദേശവാഹകൻ, സർവശക്തികളുടെയും ഗുണങ്ങളുടെയും വരദാനങ്ങളുടെയും ദാതാവ്, കർമ്മേന്ദ്രിയ ജീത്, കർമ്മയോഗി, കർമാതീതം. അവ്യക്ത ഫരിസ്ത എന്നാൽ ബ്രഹ്മബാബയ്ക്ക് സമാനം. അനാദി സ്വരൂപം. ബാബയുടെ മഹിമ എന്താണോ അതിൻ്റെ മാസ്റ്റർ സ്വരൂപമാണ് അനാദി സ്വരൂപത്തിൻ്റെ മഹിമ. മാസ്റ്റർ സർവശക്തിവാൻ, മാസ്റ്റർ നോളജ്ഫുൾ, മാസ്റ്റർ ബ്ലിസ്ഫുൾ, മാസ്റ്റർ പീസ്ഫുൾ എന്നിവ അനാദി സ്വരൂപത്തിൻ്റെ മഹിമയാണ്. നിരാകാര ജ്യോതി സ്വരൂപ ആത്മാവിൻ്റെ അനാദി സ്വരൂപം സത് അഥവാ സത്യമാണ്, അവിനാശിയാണ്. അനാദി സ്വരൂപം സുഖസ്വരൂപമാണ്. അനാദി സ്വരൂപം പവിത്ര സ്വരൂപമാണ്. സ്വീറ്റ് സൈലൻസ് സ്വരൂപമാണ്. സൃഷ്ടിയിൽ ആദി മധ്യ അന്ത്യം ഈ 3 കാലങ്ങളുടെയും പാർട്ട് സമാപ്തമാക്കുന്ന ആത്മാവ് അനാദി സ്വരൂപത്തിൽ, അനാദി സ്ഥാനമായ പരമധാമത്തിൽ, അനാദി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ആദി സ്വരൂപത്തിൻ്റെ മഹിമയാണ് സർവഗുണ സമ്പന്നം, 16 കലാ സമ്പൂർണം, സമ്പൂർണ്ണ നിർവികാരി, മര്യാദ പുരുഷോത്തമൻ, സമ്പൂർണ്ണ അഹിംസകൻ. സർവഗുണ സമ്പന്നം എന്നാൽ സർവഗുണങ്ങളിലും മാസ്റ്റർ സാഗരം. 16 കലാ സമ്പൂർണം എന്നാൽ ഓരോ ചലനവും സമ്പൂർണ്ണ കലയുടെ രൂപത്തിൽ അഥവാ വിശേഷതയുടെ രൂപത്തിൽ ആയിരിക്കുക. സമ്പൂർണ്ണ നിർവികാരി എന്നാൽ ഹോളിയസ്റ്റ്, 1% പോലും സങ്കല്പത്തിലോ സ്വപ്നത്തിലോ വികാരങ്ങളുടെ ആകർഷണമോ അധീനതയോ ഇല്ലാതിരിക്കുക. മര്യാദ പുരുഷോത്തമൻ എന്നാൽ ഓരോ നിമിഷവും ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ഈശ്വരീയ മര്യാദയ്ക്ക് അനുസൃതം. സമ്പൂർണ്ണ അഹിംസകൻ എന്നാൽ ആത്മഘാതമോ ഈശ്വരീയ വിവേകത്തിന്റെ ഹത്യയോ ചെയ്യാത്ത പുണ്യ ആത്മാവ്. ഭക്ത ആത്മാക്കളുടെ മനോകാമനകൾ പൂർത്തീകരിക്കുന്ന സ്വരൂപമാണ് പൂജ്യ സ്വരൂപം. 8 വിശേഷതകൾ ഉള്ളവരാണ് ഭക്തികാലത്തിൽ ഭക്തരുടെ ഇഷ്ടദേവതാ രൂപത്തിൽ പാടപ്പെടുകയും പ്രകീർത്തിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നത്. പൂജ്യ സ്വരൂപമായ ഇഷ്ടദേവകളാക്കുന്ന 8 വിശേഷതകളാണ് ദയാഹൃദയം, ദുഃഖം ഹരിച്ച് സുഖം നൽകുക, പവിത്രതയുടെ പേഴ്സണാലിറ്റി, സ്വഭാവത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും സരളതയും ശ്രേഷ്ഠതയും, സർവഗുണങ്ങളാൽ അലങ്കൃതം, കമലപുഷ്പ സമാനം വേറിട്ടതും പ്രിയപ്പെട്ടതും, അചഞ്ചലവും ദൃഢവും, സദാ സർവരെ പ്രതിയും സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും വരദാനി.